നമുക്കിന്ന് പരിശോധിക്കാനുള്ളത് എൻ്റെ സ്നേഹിതൻ പേരോട് കരയുദ്ധത്തിന് കൊണ്ടുവന്നിട്ടുള്ള ആയുധങ്ങളുടെ ബലം എത്രയാണ് ആ ആയുധം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് ആദ്യമേ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊയ്വടി എന്താണ്? കരയുദ്ധത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരമ്പരയില്ല. ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, മുജാഹിദുകൾക്ക് പരമ്പരയില്ല. എന്നിട്ട് മൂപ്പര് പരമ്പര ഇങ്ങനെ എണ്ണുകയാണ്. മഹാനവറുകളുടെ ഗുരുവര്യരാണ് അൽ-ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 204 വഫാത്ത്. മഹാനവറുകളുടെ ഉസ്താദാണ് അൽ-ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 179. മഹാനവറുകളുടെ ഉസ്താദാണ് നാഫി മൗല ഇബ്നു ഉമർ 117. മഹാനവറുകളുടെ ഉസ്താദാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 73 വഫാത്താണ്. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ പരമ്പര മുറിഞ്ഞു പോകാതെ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ വരെയും അതിനുശേഷം നമ്മുടെ പ്രഗൽഭരായ ആലിമീങ്ങൾ, കീഴ ഉസ്താദ്, കണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഉള്ളാൾ തങ്ങൾ, ഒക്കെ ഉസ്താദ്, സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ ആലിമീങ്ങൾ, അവർ മുഖേന നമ്മുടെ ഉസ്താദുമാർക്ക് ലഭിക്കുകയും ആ ഉസ്താദുമാര് മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എൻ്റെ ഉസ്താദ് ഇന്നയാള്, എൻ്റെ ഉസ്താദ് ഇന്നയാള്, അങ്ങനെ ഇങ്ങനെ ഉസ്താദുമാരെ പേരിങ്ങനെ പറഞ്ഞ് അവസാനം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അതിൻ്റെ മുകളിലേക്ക് ഇമാം നാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതിൻ്റെ മുകളിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതിൻ്റെ മുകളിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ മൂപ്പര് മുതൽക്കങ്ങോട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഒരു പരമ്പര മൂപ്പരങ്ങ് വായിക്കുന്നു. എന്നിട്ടൊരു ചോദ്യം, അപ്പുറത്തെ മൗലവിന്റെ പരമ്പര ഒന്ന് കേൾക്കാൻ പൂതിയുണ്ട് എന്ന്. നമുക്ക് മറുവശത്തിലുള്ള പരമ്പരയും കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ട്. അഡ്രസ് ഉണ്ടോ എന്നൊന്ന് നോക്കണല്ലോ ദീന് പറയുമ്പോ. അതെന്തിനാ നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങൾ എണ്ണിയ പരമ്പര തന്നെ പോരെ. നിങ്ങൾ എണ്ണിയ പരമ്പരയിൽ തന്നെ കുറെ ഇങ്ങനെ എണ്ണുമ്പോ കുറച്ചങ്ങോട്ടെത്തിയാൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കേൾപ്പിക്കുന്നില്ലേ? അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പരമ്പരകൾ നിങ്ങൾ അങ്ങോട്ട് എണ്ണിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് മുട്ടിക്കുന്നു. ഞാൻ നിങ്ങളുടെ പരമ്പര ഓരോന്നെടുത്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പരമ്പര പറയുമ്പോ ഒറ്റവാക്കിൽ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, ആ പരമ്പര അങ്ങനെ എണ്ണിയതിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് കേരളത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസ രംഗത്തുള്ള കാര്യങ്ങളും കർമ്മരംഗത്തുള്ള സർവാന്ധവിശ്വാസങ്ങളും തോന്നിവാസങ്ങളും അവരുടെ ആചാരങ്ങളും മുഴുവൻ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ചെയ്തു എന്ന് റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടിവെക്കലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള സ്വഹാബത്തിന്റെ പേരിൽ കെട്ടിവെക്കലാണ്. നാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള താബീങ്ങളുടെ പേരിൽ കെട്ടിവെക്കലാണ്. അങ്ങനെ അങ്ങോട്ടെടുത്ത് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഞങ്ങൾക്ക് പരമ്പരയുണ്ട്. പരമ്പര എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഉസ്താദ് മുതൽക്ക് അങ്ങോട്ട് നോക്കിയാ റസൂൽ വരെ എത്തുന്ന കണ്ണിയുണ്ട് എനിക്ക്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന കണ്ണികൾ മുഴുവനും ഞങ്ങളിവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അംഗീകരിച്ചവരാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അംഗീകരിച്ചവർ തന്നെ എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്ത്? എനിക്ക് പരമ്പര ഉണ്ട് റസൂലുള്ള വരെ എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം?
ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് റസൂലുള്ള മുതൽക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇബ്നു ഉമർ കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് നാഫി കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് ഇമാം മാലിക് കേട്ടു, അവിടുന്ന് ഇങ്ങോട്ട് ഷാഫി ഇമാം കേട്ടു എന്നിങ്ങനെ മഹാന്മാരായ ആളുകൾ മുഴുവനും അവരിൽ നിന്നൊക്കെ കിട്ടിയതാണ്. എന്നാ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്താദുമാരായിട്ട് എണ്ണിയ റസൂലുള്ളാന്റെ അവിടേക്ക് പോകട്ടെ, അതവിടെ നിൽക്ക്. നിങ്ങൾ തൊട്ട് ഉസ്താദിന്റെ ഉസ്താദുമാരായിട്ടൊക്കെ എണ്ണിയ ആളുകളില്ലേ, ആ പരമ്പരയിലെ ആളുകളും നിങ്ങളും തമ്മിൽ ഐക്യത്തിലാണോ? അവരുടെയെങ്കിലും ആശയം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അവരുടെയെങ്കിലും ആശയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ പരമ്പരയിൽ എണ്ണിയ ഒരാളല്ലേ സദഖത്തുള്ള മുസ്ലിയാരി. സദഖത്തുള്ള മുസ്ലിയാരി പറഞ്ഞതുപോലെയാണോ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്? സദഖത്തുള്ള മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം സ്പീക്കറിലെ ഖുതുബ പാടുണ്ടോ? നിങ്ങളേതിലാ ഖുതുബ ഓതുന്നത്? പൊട്ടിപ്പോയില്ലേ പരമ്പര? അതുപോലെ തന്നെ കറൻസിയുടെ സക്കാത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളിൽ നിങ്ങളുടെ പരമ്പരയിൽ തൊട്ട് മേലെ നിൽക്കുന്ന ആളുകളുടെ കാര്യമെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നവരാണോ? മാത്രമല്ല, ഏതെല്ലാം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെള്ളിയാഴ്ച ഏതാ മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് തറയിൽ വെച്ചൊരു തറപ്രസംഗം വേണമെന്നൊരു കൂട്ടർ, വേറൊരു കൂട്ടർ പറയുന്നു പാടില്ല, അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. നിങ്ങൾക്ക് ഇങ്ങനെ പരമ്പരയിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഒരൊറ്റ പരമ്പരയിലൂടെ കിട്ടിയിട്ടും എങ്ങനെ വന്നുപോയി? ഇത് ചിന്തിക്കുന്നില്ലേ കേൾക്കുന്ന ആളുകൾ? ഇത് ആലോചിക്കുന്നില്ലേ കേൾക്കുന്ന ആളുകൾ? തീർച്ചയായും ആലോചിക്കും. ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിൽ നിങ്ങളുടെ കണ്ണികളിലുള്ള ആളുകളൊക്കെ ഒരേ ചിന്താഗതിക്കാരാണോ? ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാം എന്നൊരു വിഭാഗം, കുഫിരിയത്തൊന്നൊരു വിഭാഗം, അതല്ല ആവശ്യം തന്നെയാണ് എന്ന് പറയുന്നൊരു വിഭാഗം. നിങ്ങൾ ഈ പരമ്പര എങ്ങനെ വെച്ചുകൂട്ടുന്നു? എത്രയാ പരമ്പര? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ പറയും നിങ്ങളെ ഈ ഉസ്താദിന്റെ പരമ്പരയൊന്നുമല്ല പരമ്പര എന്ന് പറയും. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച പരമ്പരയുള്ളത് മുജാഹിദുകൾക്ക് മാത്രമാണ്, മുജാഹിദുകൾക്ക് മാത്രമാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കോ. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഖൗല്, ഏതെങ്കിലും ഒരു ഫിഅല്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു തഖ്രീർ, അത് നമുക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃത്യമായ പരമ്പരയിലൂടെയാണ്. അങ്ങനെയുള്ളതേ ഞങ്ങൾ പറയാറുള്ളൂ, അങ്ങനെയുള്ളതേ ഞങ്ങൾ പറയാറുള്ളൂ. ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ്. അതല്ലാത്ത ഒരു കാര്യത്തിന് വിളിക്കപ്പെട്ടാൽ ഇതാ ഇന്ന ഹോജ പറഞ്ഞിരിക്കുന്നു, ഖുർആനിലും ഹദീസിലും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ ഹോജയുടെ വാക്ക് മതി എന്ന് പറയുമ്പോ നമ്മുടെ ശൈലി എന്താണ്? നമ്മുടെ യഥാർത്ഥത്തിലുള്ള നയം എന്താണ്? വഇദാ ദുഈത